നമസ്കാരം. യുദ്ധക്കൊതിയന്മാർ ഭയപ്പെട്ടേ മതിയാകൂ, പേടിച്ചേ മതിയാകൂ. ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്, അതായത് അവർ പേടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത് ഈ യുദ്ധക്കൊതിയന്മാർ തന്നെയാണ്. ഇസ്രായേലിന്റെ ആശങ്കയാണ് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഇസ്രായേലും ഒക്കെ ചേർന്ന് ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. ഇസ്രായേലിനെതിരെ ഇറാൻ ഒരു ഭീഷണിയാണ്. ഇറാന്റെ പക്കൽ അവർ ആണവായുധം കൈവശപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ആലോചിക്കണം. സാധ്യതയെ അവർക്ക് പറയാൻ കഴിയുന്നുള്ളൂ. ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ട് എന്ന് പറയാൻ ഈ രാജ്യങ്ങൾക്കൊന്നും കഴിയുന്നില്ല. ഇനി കൈവശം വെച്ചാൽ തന്നെ ഇവരുടെ പക്കലൊക്കെ ഉള്ള സാധനമാണ്. അത് ഇറാൻ കൈവശം വെച്ചാൽ മാത്രമാണ് അപകടമാകുന്നത്. എന്തായാലും ഇവിടെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഇസ്രായേലിന്റെ ആശങ്ക മുൻനിർത്തി അവർക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞ് ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകളൊക്കെ ഇനി ഭയപ്പെട്ടേ മതിയാകൂ. അത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ ഈ യുദ്ധക്കൊതിയന്മാർ തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറയാൻ പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എന്നാൽ അത്തരത്തിലുള്ള ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഒരുപക്ഷെ പിന്നീട് ആ വാർത്ത ശരിയാണ് അല്ലെങ്കിൽ ശരിയായിരുന്നു എന്ന് അറിയാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നിലപാട്, ഒരിക്കലും ആണവായുധത്തിന് പുറകെ പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത് മതപരമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് ആണവായുധത്തിന് പുറകെ പോകില്ല എന്നുള്ളത് തന്നെയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന ഇറാന്റെ പരമോന്നത നേതാവ്, അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനമാണ് ഒരിക്കലും ഇവിടെ ആണവായുധങ്ങൾക്ക് പുറകെ പോകരുത് എന്നുള്ളത്. എന്നാൽ ആയത്തുള്ള അലി ഖംനായി മരണപ്പെട്ടതിന് ശേഷം ഇറാൻ ആണവായുധങ്ങൾക്ക് പുറകെ പോയിട്ടുണ്ട് എന്ന ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇറാനിൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമുണ്ടായി. ഇത് ഇറാനിൽ നടന്ന ഒരു ആണവ പരീക്ഷണമായി ചില മാധ്യമങ്ങളെങ്കിലും അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. ഞാൻ ആ വാർത്ത പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ തള്ളിക്കളയാനും കഴിയാത്തൊരു സാഹചര്യമാണ്. ഇനി അതൊരു ഭൂചലനം മാത്രമാണെന്നിരിക്കട്ടെ, ഇറാന്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ സമയങ്ങളിൽ വന്ന ചില പ്രതികരണങ്ങൾ ഒരു ആണവ പരീക്ഷണം ഇറാൻ നടത്തിയേക്കും എന്നതിന്റെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഒക്കെ പറയുന്നത് ഈ ഒമാനെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്ന് ചില പ്രതികരണങ്ങൾ ഉണ്ടായി. അതായത് IRGC എന്ന് പറയുന്ന പൂർണ്ണമായും പരമോന്നത നേതാവിന്റെ നിയന്ത്രണത്തിലുള്ള സൈനിക വിഭാഗം അവരിപ്പോൾ കുറച്ച് ദിവസങ്ങളായി സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവ് കൊല്ലപ്പെട്ടു. അവരെ നിയന്ത്രിക്കാൻ ഇപ്പോൾ ആരുമില്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒമാനെതിരെ നടന്നിട്ടുള്ള ആക്രമണത്തിലൊന്നും ഇപ്പോൾ തൽക്കാലം മറുപടി പറയാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ഒമാനിലേക്ക് നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞത്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണമായും അത് അവരുടെ തീരുമാനങ്ങളാണ്. അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത സാഹചര്യത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവർ ആണവായുധങ്ങൾക്ക് പുറകെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഭൂചലനം, 10 കിലോമീറ്റർ ചുറ്റളവിൽ 4.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം, അതൊരു ആണവ പരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അതായത് അത്തരമൊരു സാഹചര്യം ഇറാനിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ആയത്തുള്ള അലി ഖംനായിയുടെ മകൻ പരമോന്നത നേതാവായി ചുമതലയേറ്റു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ആയത്തുള്ള അലി ഖംനായിയുടെ നിലപാട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്ന കാര്യവും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതായത് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് ഇറാൻ പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പൂച്ച ചിലപ്പോൾ പുലിയാകാനുള്ള സാധ്യതയുണ്ട്. അണവായുധം നിർമ്മിക്കാൻ അവരുദ്ദേശിക്കുകയാണെങ്കിൽ അവർക്കത് വളരെ നിഷ്പ്രയാസം കഴിയുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മതപരമായി അതൊരിക്കലും അനുവദിക്കാത്തത് കൊണ്ടാണ് പോകാത്തത് എന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ ആയത്തുള്ള അലി ഖംനായി മരിച്ചതിന് ശേഷം ആ നിലപാട് മാറ്റിയോ എന്ന കാര്യം പറയാൻ കഴിയില്ല. അതുകൊണ്ട് യുദ്ധക്കൊതിയന്മാർ ഭയപ്പെട്ടേ മതിയാകൂ. അത്തരമൊരു സാഹചര്യം ഇപ്പോൾ അവർ തന്നെ ആ ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. മറ്റൊന്ന് ഉത്തര കൊറിയയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു വിവരമാണ്.
ഇറാൻ ഇതുവരെ ഉത്തര കൊറിയയോട് സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു സഹായ അഭ്യർത്ഥന ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇറാന് ഞങ്ങൾ ആ സഹായം കൊടുക്കുമെന്നുള്ള ഒരു പ്രതികരണം ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാലും ഇറാൻ ആവശ്യപ്പെട്ടാൽ ഒരേ ഒരു മിസൈൽ മതി, അധികമൊന്നും വേണ്ട, ഒറ്റ മിസൈൽ മതി. ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യം തന്നെ അതോടുകൂടി ഇല്ലാതാകും എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഉത്തര കൊറിയയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ചൈനയെ സംബന്ധിച്ചിടത്തോളം കടുത്ത അതൃപ്തി ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയിട്ടുള്ള സൈനിക നീക്കത്തിൽ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കടുത്ത അതൃപ്തി അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്, വഷളായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത് ഈ യുദ്ധക്കൊതിയന്മാർ തന്നെയാണ്. ആദ്യം ഇസ്രായേൽ ഒരു കൈ നോക്കി പരാജയപ്പെട്ടു, പിന്നീട് അമേരിക്ക ഇറങ്ങി. അമേരിക്കയും ഇസ്രായേലും അവരൊരുമിച്ച് ശ്രമിച്ചിട്ടും നടക്കില്ല, ഇറാനെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ ട്രംപിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് ഫ്രാൻസും ബ്രിട്ടനും ഇപ്പോൾ രംഗപ്രവേശം നടത്തിയിരിക്കുകയാണ്. അതേസമയം സ്പെയിനിന്റെ താവളങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ സ്പെയിനിനെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു ഭീഷണിയും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് കെടാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്നതിന്റെ ചില ലക്ഷണങ്ങളാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത്.